ചൂടാടി പോപ്പറദ്രാ കുടിയണ്ട അമ്മല്ല കുച്ച സൂച്ചുക്ക കുങ്കുമതോ. അപ്പ എന്നാ ഈ 1-ാം തീയതി ഞങ്ങളുടെ റിസൾട്ട് വരുമെന്ന് ഇതാ പേപ്പറിലെ പോട്ടിருக்கு. ഇന്നേക്ക് 25, ഇനി 6 നാൾ. അതുകൊള്ള വിഷയം തിരിഞ്ഞിടും. തെരിയறதுக்கு ഒന്നുമേ ഇല്ല. എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. അതേപ്പറ്റി കവലയേ വേണ്ട. We will see. We are going to see അപ്പാ. ദേ നര 2 എണ്ണം ഉണ്ട് ഫുൾ ഗ്രേ. ഭാഗ്യ നരയാക്കോടാ. ആമാ ആമാ ഭാഗ്യനരയാക്കും. മുടി ഡൈ ചെയ്തപ്പോഴേ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടതാണെന്നേ ഉള്ളൂ. இந்த டை விஷயத்தை யார்கிட்ட சொல்லக்கூடாதா? சொல்ல மாட்டேன். നെവർ. உன்னோட அப்பா ഡോക്ടർ ബാലസുബ്രഹ്മണ്യം വന്ന് ഒരു സ്മാർട്ട് യങ് ഫെലോ ആക്കുന്ന 4 ആൾ പറഞ്ഞു കേൾക്കുന്ന നിനക്കൊരു അന്തസ്സല്ലടാ. പിന്നെ 4 ആൾ കേൾക്കേ അപ്പാന് മാറ്റി അണ്ണാൻ കൂപ്പിടുറേ എന്നാ അതിലെന്നാ തപ്പ്? കണ്ടാലും അങ്ങനെയല്ലേ തോന്നൂ. പാര്, നീയെ പാര്. ഗേൾ ഫ്രണ്ടിനെ കാണുമ്പോ വണ്ടി നിർത്തണം എന്റെ കാലിട്ടാണോ ചവിട്ടുന്നത്? ഗുഡ് മോർണിംഗ് ഗീതു. ഗുഡ് മോർണിംഗ് ബാലു മാമ. ബാലു മാമാവാ? പാളത്താറ് കൊടുത്ത് കുടുമിയും വെച്ച് കുടവണ്ടിയും ചാടിയ വല്ല വയസ്സം പട്ടരെയും വിളിക്കേണ്ട വിളി. കാൾ മീ ഹലോ ഡോക്, മാക്സിമം ബാലു അങ്കിൾ. இந்த മാമാ ബിസിനസ് എല്ലാം വേണം. ഓക്കെ ഓക്കെ. മണിയണ്ണ കോർട്ടുക്ക് പോയാച്ചാ? അപ്പൊ കാലയിലേ പോയാച്ചേ. അപ്പോ ഡ്രൈവിംഗ് പഠിത്തം ഇവിടെ അവസാനിക്കുന്നു എന്നർത്ഥം. അനന്തര നടപടി എന്നെ ഇവിടെ വിട്ടാ മതി. ഞാൻ ഗീതുവിന്റെ ഇവിടെ പോന്നോളാം. ഓ അത് ശരി. അപ്പൊ ഞാൻ ഒഴിഞ്ഞു മാറണമെന്ന് അല്ലേ? ശരി. സൈക്കിളിൽ ഡബിൾസ് കയറി പോലീസ് പിടിച്ച ഫൈൻ അടയ്ക്കേണ്ട പൈസ സ്വന്തം പോക്കറ്റ് മണിന്ന് കണ്ടോണം. അതുപോലെ ഗീതുവിന് 9:30 ട്യൂഷൻ ക്ലാസ് ഉണ്ട്, മറക്കണ്ട. ബൈ. B3-ലെ മിസ്സസ് വർമ്മയ്ക്ക് നല്ല ആശ്വാസമുണ്ട്. കണ്ടാലും വളരെ ബെറ്റർ ആണ്. ഡോക്ടർ കൊടുത്ത മരുന്ന് കാണാൻ രാത്രി സുഖമായി ഉറങ്ങിയത്രേ. കോംപ്ലിമെന്റ്സ് മരുന്നിന്, ഡോക്ടർക്കല്ലേ? ഗുഡ് മോർണിംഗ്. വരുന്നോ? വാർഡിലോ തിയേറ്ററിലോ അർജന്റായിട്ട് ഉടനെ ഡ്യൂട്ടി ഒന്നും ഇല്ലെങ്കിൽ കാപ്പി ഇരിപ്പുണ്ട്, ഒരു കപ്പ് കുടിക്കാം. ക്ഷണിച്ചാൽ ഞാൻ വരും. അത്തരം ഫോർമാലിറ്റീസ് ഒന്നും ഈ ബാലുവിന് അറിയില്ല ശ്രീ. സന്മനസ്സുള്ളവർക്ക് സ്വാഗതം. ദാറ്റ്സ് ഓൾ. ദാ ഫ്ലാസ്ക് കാപ്പി ഇരിപ്പുണ്ട്, ദേ കപ്പ് ഇരിപ്പുണ്ട്. ഹെൽപ്പ് യുവർ സെൽഫ്. ഡോക്ടർക്കോ? ഡോക്ടർക്കോ ആവാം. കുറച്ച് മതി. എ സിപ്പ് ലെസ് ദാൻ ഹാഫ് എ കപ്പ്. ആഹാ, രാജുമോൻ അപ്പാപ്പനെ ഉരുട്ടി കളിക്ക. സിസ്റ്ററെ, ഇയാൾക്ക് ആരെ വീൽ ചെയർ ഉരുട്ടി കളിക്കാൻ കൊടുത്തേ? വീൽ ചെയർ വെറുതെ ഇരിക്കുകയാണല്ലോ, പാവത്തിനാണെങ്കിൽ നടക്കാനും വയ്യ. ആഹാ, എന്നാ ഞങ്ങളൊരു കാര്യം ചെയ്യ്, ആ സ്കാനിങ് മെഷീനും ECG യൂണിറ്റ് ഒക്കെ അവിടെ വെറുതെ ഇരിക്കുക, കൊണ്ട കൊടുക്ക്, ഉരുട്ടി കളിക്കട്ടെ. അത് സാർ, രാപ്പകല് ചങ്കിലെ ചോര വെള്ളാക്കി ഉണ്ടാക്കിയ കാശുകൊണ്ട് ഞാൻ ഈ ആശുപത്രി പണത് പുണ്യം കിട്ടാനല്ല. ചികിത്സിച്ചാ ഭേദാവില്ല എന്ന് ആശുപത്രിയൊക്കെ എഴുതി തള്ളിയ കേസാ ഈ കുഞ്ഞാലിയുടേത്. ബാലു ഡോക്ടർക്കാണെങ്കിൽ വാശി രക്ഷപ്പെടുത്തുന്നു. ആഴ്ച എത്രയായി? അങ്ങേർക്കെന്താ വാശി പിടിച്ചാ പോരെ? കാശ് പോണത് എന്റെ അല്ലേ? റൂം റെന്റോ നഴ്സിംഗ് ഫീസോ സ്കാനിങ് ടെസ്റ്റോ കാശിന് വഴിയുണ്ടോ വല്ലതും എഴുതിയെടുക്കാൻ? ഡോക്ടറുടെ സ്വന്തം പേഷ്യന്റ്, അങ്ങേരെ പിണക്കാൻ പറ്റില്ല എന്ന് കരുതിയാ ഞാൻ എല്ലാം അങ്ങോട്ട് സഹിക്കണത്. അതിന്റെ ഇടയിലാണ് ഉരുട്ടി കളിക്കാൻ വീൽ ചെയർ. വേണ്ട വേണ്ട, അത്ര വലിയ സിമ്പതി ഒന്നും വേണ്ട. റൂമിൽ നിന്റെ ലൈബ്രറി ബുക്സ് ഇരിക്കുന്ന കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു നീ ഇവിടെ കാണുമെന്ന്. പാലും മുട്ടയും കഴിക്കാൻ കുഞ്ഞാലിക്ക് മടിയാണെന്ന് സിസ്റ്റർ പറഞ്ഞല്ലോ. കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ്. ശീലം നോക്കിയിട്ടല്ല, ആവശ്യം നോക്കിയിട്ടാണ് മരുന്നും ഭക്ഷണവും തരുന്നത്. അത് മുടങ്ങാതെ കഴിക്കണം. ഓ, എന്താ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? നിങ്ങളുടെ വിശ്വാസമല്ലേ പ്രധാനം? അല്ല, രോഗിക്ക് സ്വയം തോന്നണം രക്ഷപ്പെടണം എന്നൊരാശ, രക്ഷപ്പെടും എന്നൊരു വാശി, വിശ്വാസം. ഞങ്ങളുടെ ജോലി പാതി എളുപ്പമാവും. പിന്നെ കൊഞ്ചം നേരെ ആച്ചില്ല അവരെ തൊന്തരവ് പണ ആരംഭിച്ച്. വാ.
കാറ് വന്നില്ലേ? ഇല്ല, എന്താണെന്ന് അറിയില്ല. വരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അപ്പാനം ബാക്കിൽ ഇറക്കുമോ? ബാക്കിൽ ഏതൊക്കെ ഇല്ലേ, ശ്രീയാണ്ടി കാറിൽ കയറുമ്പോ കയറുമ്പോ? അല്ല, അതല്ലേ ഒരു മര്യാദ. ചുമ്മാ ചേട്ടാ. கல்யாணி, போன் பண்ணி சொல்ல வேண்டாம். ஸ்ரீ பாலு கார்ல ஏறி வந்துடுவாள். அப்பவே சொல்லலையா? இப்ப என்னாச்சு? என்ன மணி என்ன இது? കോർട്ടിൽ നിന്ന് വരുന്ന വഴി കാർ റിപ്പയർ ആச்சு. പാര് ബാലു, ബാരിസ്റ്റർ വിശ്വേശ്വരയ്യരോட ജൂനിയർ സീനിയർ അഡ്വക്കേറ്റ് മണിശങ്കർ BAMLോட കോലത്തെ പാര്. അവനവന്റെ കാറ് കേടായാൽ കഴിയുന്നത് അവനവൻ തന്നെ ഒരു കൈ നോക്കണം. നമ്മുടെ കയ്യിൽ ഒതുങ്ങിയില്ലെങ്കിൽ മാത്രമേ വർക്ക്ഷോപ്പുകാരെ ഡിപ്പെൻഡ് ചെയ്യാവൂ. அதுதான் நம்ம policy. என்ன உனக்கு உடம்புக்கு ஏதாவது வந்தா தனியா தானே ட்ரீட்மெண்ட் நடத்துறது, அல்லாத உடனடியா ஹாஸ்பிட்டலுக்கு போகிறது கிடையாதே. ஆமா, ஆனா பாலுவோட ப்ரொஃபஷன் வந்து டாக்டர் ஆக்கும். உங்களோட ப்ரொஃபஷன் என்ன? கார் மெக்கானிக்கா, அட்வொகேட்டா? வாடா ராஜு. பாலு நீயும் வா, டிஃபன் சாப்பிட்டுட்டு போலாம். ஐயோ வேண்டாம் வேண்டாம், പുതിയ റെസിപ്പി നോക്കി ഉണ്ടാക്കി വെച്ചിട്ട് പരീക്ഷിച്ച് നോക്കാൻ ഒരാൾ ഇതുവരെ കിട്ടിയിട്ടില്ല. വീട്ടിനകത്ത് കേറിയോ പാചക പരീക്ഷണം, അത് പേടിച്ചല്ലേടാ ഞാൻ ഈ കാറിന്റെ അടിയിൽ നിന്ന് ഇറങ്ങാതെ കിടക്കുന്നത്. ஐயோ ரஷ்மி, உனக்கு என்ன ஆச்சு? இவளோட மேரேஜ் ஃபிக்ஸ் பண்ணிட்டு 2 வாரம் தானே ஆச்சு. அதுக்குள்ள பாரு மெலிஞ்ச பகுதியாയി. ഇനി ഒരു ഫുൾ മന്ത് ഇരിക്ക കല്യാണത്തിക്ക്. ഇങ്ങനെ പോയാലേ പയ്യനെ ആളെ തിരിച്ചറിയാൻ പറ്റില്ല. ഓ ബാലുമാമ. ശരി. ഓ ശരി. ഏയ് உள்ள ஊத்தி குடுக்கறான், அப்பம் குடிக்கிறான். ஆண்டவா, குடிக்கிறதோ பேய் தண்ணி. என்னால இதெல்லாம் பாத்துட்டு இருக்க முடியாதுடா. கடவுளே, ஏன் தான் இப்படி இதெல்லாம் சாப்பிட்டு உடம்ப கெடுத்துக்கிறானோ. சொல்றதுக்கு யாருமே இல்லையே. ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുമ്പോ കാറിനകത്തിരുന്ന് നീ എന്താ പറഞ്ഞേ? എന്ത്? നീ തെളിച്ചു പറയണമായിരിക്കും. ശ്രീലക്ഷ്മിയും കൂട്ടി തിരികെ വരുമ്പോ കാറിനകത്തിരുന്ന് എന്താ പറഞ്ഞതെന്ന്. ഓ അതോ? അത് തന്നെ. അത് വന്ന് അപ്പാ, ഇതുവരെ ഒരു കാര്യവും ഞാൻ ഉങ്കിട്ട് മറച്ചതില്ലേ. എന്റെ അടുത്തും അങ്ങനെ തന്നെ പെരുമാറുന്നതല്ലേ അതിന്റെ ഒരു ശരി. നിന്റെ അടുത്ത് എന്ത് മറച്ചു എന്നാണ്? സത്യം പറയേ, ശ്രീയാണ്ടി உங்களுக்கு പിടിക്കலையா? ചിരിച്ചങ്ങുഴപ്പല്ലേ? ഉങ്ങളെ കണ്ടാ വലിയ പ്രായമൊന്നും തോന്നാതെ. യു ആർ സ്റ്റിൽ യങ് അപ്പാ. പിന്നെന്താ രാജു? യേസ് അപ്പാ. ശ്രീയാണ്ടിക്ക്, മണിമാമയ്ക്ക്, എനിക്ക് എല്ലാവർക്കും അത് ആഗ്രഹമാണ്. ഉങ്ങൾക്കും. ஆனா நீங்க எதுக்கு அது உங்ககிட்ட இருந்து மறைக்கிறீங்க? ശ്രീലക്ഷ്മി ഹോസ്പിറ്റലിൽ ഒരു നല്ല അസോസിയേറ്റ്, പുറത്ത് അതിലും നല്ലൊരു ഫ്രണ്ട്. എനിക്ക് അവളെ ഇഷ്ടമാണ്. അവളുടെയും നീ അടക്കം മറ്റുള്ളവരുടെയും മനസ്സിലുള്ള ഈ ആഗ്രഹം മനസ്സിലാകാഞ്ഞിട്ടുമല്ല. പക്ഷെ എനിക്ക് ശ്രീയോട് തോന്നിയ ഇഷ്ടം അത്തരത്തിലുള്ള ഒരു അടുപ്പമായി ഇനി മാറിയിട്ടില്ല. ഇപ്പോ ഈ നിമിഷം വരെ എന്റെ മനസ്സിൽ നിന്റെ അമ്മ, എന്റെ രുക്കു മാത്രമേ ഉള്ളൂ. അവൾ മരിക്കുമ്പോ എന്നെ ഏൽപ്പിച്ചൊരു വലിയ ചുമതല നീ.
നിന്നെ വളർത്തി ഒരു നിലയിലാക്കുക. അത് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. മറ്റൊന്നിനും ഈ അപ്പാവുടെ മനസ്സിലിടമില്ലടാ കണ്ണ. സത്യം. ഹലോ, ഹോസ്പിറ്റലിൽ നിന്നാണ്. ഡോക്ടറെ അർജന്റായിട്ട് ലൈനിൽ കിട്ടണം. 1 minute. അപ്പാ ആ. അപ്പാ, ഫോൺ ഏ? ഫോൺ ഹോസ്പിറ്റലിലുണ്ട്. ഹലോ, ഡോക്ടർ ഹിയർ. ഡോക്ടർ ശിവദാസ് ഓപ്പറേറ്റ് ചെയ്ത പേഷ്യന്റിന് പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ. എന്ത് പറ്റി? കുറച്ച് ക്രിട്ടിക്കലാണ്. പേഷ്യന്റിന്റെ ബന്ധുക്കൾ അജിറ്റേറ്റഡ് ആണ്. ഡോക്ടർക്ക് കയ്യബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ദാ, ഞാൻ ഡ്യൂട്ടി ഡോക്ടർക്ക് കൊടുക്കാം. ഹലോ, ഡോക്ടർ സേതു ഹിയർ. ഹൗസ് ദ പേഷ്യന്റ്? പെർഫ്യൂസ് ബ്ലീഡിംഗ് ഉണ്ട്. ഒന്നും പറയാൻ വയ്യ. ഒരു എമർജൻസി സർജറി വേണ്ടി വരും. ഡോക്ടർ കൂടി വന്നാലേ. ഞാനിതാ വരുന്നു. പ്രിപ്പയർ ദ പേഷ്യന്റ് ഫോർ ദ സർജറി. കയ്യബദ്ധം പോലും. മനുഷ്യന്റെ ജീവൻ വെച്ചാണോ കളിക്കുന്നത്? രാജു, ശ്രീ ആന്റി റെഡി ആയിരിക്കാൻ പറ. ഞാൻ പോകുന്ന വഴിക്ക് പിക്ക് ചെയ്യാം. ശരിപ്പാ. മനപ്രയാസം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുപോയി. സാർ അതൊന്നും സാരമാക്കരുതെന്ന്. അച്ചായന്റെ ജീവൻ രക്ഷിച്ചതിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന്. ജീവൻ രക്ഷപ്പെടുത്തുന്നതും കൈവിട്ടു പോകുന്നതുമെല്ലാം മുകളിലൊരാളുണ്ട്. അവിടുത്തെ തീരുമാനമാണ്. ഞങ്ങൾ പരമാവധി സഹകരിക്കുന്നു എന്ന് മാത്രം. ഈ ഡോക്ടറുടെ കൈപുണ്യം എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്താറില്ലേ, അതുപോലെ തന്നെയാണ് ഈ കൈ അബദ്ധവും. രണ്ടും മനഃപൂർവ്വമല്ല. ഇത് മനസ്സിലാക്കാനുള്ള ദയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി രാത്രിയും പകലും നോക്കാതെ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ വർഗത്തോട് കാണിക്കണം. സോറി ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല. സമാധാനമായിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അവരോട്, പേടിക്കാനൊന്നുമില്ല, നമ്മുടെ ആശുപത്രി ആണെങ്കിൽ രക്ഷപ്പെട്ടിരിക്കുമെന്ന്. മിസ്റ്റർ കുര്യാക്കോസ്, ഈ എമർജൻസി ഓപ്പറേഷന്റെ ഒരു എക്സ്പെൻസും പേഷ്യന്റിനെ ബില്ല് ചെയ്യാൻ പാടില്ല. തൃപ്തിയായില്ല സാർ, ചായ. ആ. ഹലോ, ഡോക്ടർ ബാലസുബ്രഹ്മണ്യ ഹിയർ. ഇത് മലയാള മനോരമയിൽ നിന്നാണ്. അവർ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ബട്ട് ഫോർ വാട്ട്? +2 പബ്ലിക് എക്സാമിനേഷന്റെ റിസൾട്ട് എത്തിയിട്ടുണ്ട്. ആ. മകൻ രാജു വിശ്വത്തിനാണ് ഫസ്റ്റ് റാങ്ക്. റിയലി? യെസ് ഡോക്ടർ. മറ്റാരെങ്കിലും പറഞ്ഞ് വിവരം അറിയുന്നതിന് മുമ്പേ അറിയിക്കുവാൻ വേണ്ടിയാണ് ഡോക്ടറെ ഞങ്ങൾ ഇത്ര രാവിലെ തേടി പിടിച്ചത്. താങ്ക് യു. അതെ, എന്നാണ് ഡോക്ടറുടെ സെലിബ്രേഷൻ? സെലിബ്രേഷൻ? ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ആണ്. പാർട്ടി വേണം. ഓ, പാർട്ടി? ഷുവർ. Any day, any time. Okay. Thank you very much. Cheers to the most brilliant youngster of the country. நீங்க கொஞ்சம் Ladies and soft drinks parties எல்லாம் அங்கே. Hot drinks எல்லாம் இங்கே. எக்ஸசைஸ்க்கு அப்புறத்து அங்கே. போனா குட். Not for you. Balu. I know. Any more brandy? Yes. One more. Ladies and gentlemen, your attention please. എല്ലാവരും ഒരു നിമിഷം ഇവിടെ ശ്രദ്ധിക്കുക. ഇവനോടൊരു ചോദ്യം. ഇവന്റെ ഗ്രാൻഡ് ഫാദർ താത്ത, എന്നോട് സീനിയർ ബാരിസ്റ്റർ വിശ്വേശ്വരയ്യർ ഒരു പുലിയായിരുന്നു. പുലി. അദ്ദേഹം കൂട്ടിൽ നിൽക്കുന്ന സാക്ഷിയോട്
കൈചൂണ്ടി ഒരു ചോദ്യം ചോദിച്ചാൽ എതിർഭാഗം വക്കീൽ കാണാതെ പഠിപ്പിച്ച നുണകളൊക്കെ മറന്ന് ഉള്ള സത്യം തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുമായിരുന്നു. ഗ്രേറ്റ് മാൻ. ആ പിന്നെ ബാലു, ഇവനുടെ അപ്പ, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി മനസ്സുറപ്പിച്ച് കത്തിയെടുത്ത് പേഷ്യന്റിന്റെ ദേഹത്ത് വെച്ചോ, കടവുൾ എഗൻസ്റ്റ് തീരുമാനിച്ചില്ലെങ്കിൽ ഡെഫിനറ്റ് ആ പേഷ്യന്റ് രക്ഷപ്പെടും. അതിന്റെ ഒരു വെടികേട്ടിന്റെ പുറത്തല്ലേ ഈ കുര്യാക്കോസിന്റെ ആശുപത്രിയിൽ രക്ഷപ്പെട്ടു പോണത്. ഇല്ലെങ്കിൽ ഞാൻ വല്ല ചാണം കാര്യമായിട്ട് സംസാരിക്കുന്നു. ചൊല്ലടാ, ഒരു പെരിയ വക്കീൽ, ഒരു പെരിയ ഡോക്ടർ, ഉനക്കിതിൽ ഏതാകാനാ ഇഷ്ടം? വക്കീലോ ഡോക്ടറോ? ചൊല്ലടാ. രണ്ടുമല്ല. പിന്നെ എനിക്കൊരു എഞ്ചിനീയർ ആകണം, an architect. ഈ എഞ്ചിനീയറിംഗ് ലൈന് ഊച്ച് കുഴപ്പമില്ല കേട്ടോ. ഒന്നും മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലത്തിൽ നിന്നും ഡാമിൽ നിന്നൊക്കെ ശരിക്കായിട്ട് വരാം. ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല കേട്ടോ, സത്യമായിട്ടും അത് ശരിക്കായിട്ട് വരാം. എന്നെ ചിക്കൻ ഫ്രൈ കുര്യാക്കോസ് ചേർപ്പാടാ തുറക്ക. என்ன மணியண்ணா இதெல்லாம் வீட்டுக்குள்ள ஏத்தக்கூடாது. അതെനിക്ക് தெரியாதா? നമ്മൾ ബ്രാഹ്മണാൽ ആത്തുക്കുള്ളേ വന്ന് സ്ട്രിക്ട് വെജിറ്റേറിയൻസ് ആക്കും. ആനാ പുറത്ത് ഔട്ട്സൈഡ് ദ 4 walls കുറച്ച് നോൺ വെജിറ്റേറിയൻ ഒക്കെ ആവാം. അതിൽ തപ്പ് കിടയാത്. മണിയണ്ണാ, കള്ള് കുടിക്കുമ്പോ അല്പം എരിവും പുളിയൊക്കെ വേണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവണം. അല്ലാതെ നമ്മുടെ സാമ്പാർ വട, തൈര് വട അതൊന്നും പോരാ, ഇതിനു മുമ്പ് നിൽക്കില്ല. അതിനാൽ ഇതിൽ തപ്പു കിടയാത്. ഞാൻ എന്തേ കാണിക്കുന്നത്? ராஜுவுக்கு டிஸ்டிங்ஷன் கிடைச்ச அக்கௌண்ட்ல இன்னைக்கு 4 பேருக்கு ஜாஸ்தி சாப்பிட்டுருக்கேன். அந்த ஒரு கிரவுண்ட் சப்போர்ட்ல எனக்கு உன்னோட கொஞ்சம் பேசணும். മണിയണ്ണ, അണ്ണൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. യെസ്, യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. ശ്രീ, എന്റെ ശ്രീലക്ഷ്മി என்னோட ஒரே ஒரு தங்கச்சி. யூ நோ ஹர் என்டையர் பாஸ்ட். சின்ன வயசுல இருந்தே உனக்கு அவளை தெரியும். MBBS பாஸ் ஆகி அதுக்கு மேலேயும் படிக்கணும்னு ஆசைப்பட்டா. MS முடிஞ்சாச்சு. அப்போதான் வெளியூர் போய் படிக்கிறதுக்கு ஸ்காலர்ஷிப். அவளோட ஒரு ஆசைக்கும் நான் எதிர் சொல்ல மாட்டேன். படிப்பு முடிச்சு திரும்பி வரும்போ அவக்கு வயசு 28. முதல்ல ப்ரொஃபஷனல் எஸ்டாப்ளிஷ்ட் பண்ணணும் ഒരേ വാശി. ശരി ആകട്ടും നനച്ചതാ അവളെ നിന്റെ കൂടെ ജോലിയിലാക്കിയത്. വർഷം പിന്നെയും 2 മാരേജ് വേണ്ടാന്ന് ശ്രീ சொல்லலே. ആനാലും தெரியுமே வர்ற ப்ரொபோசல்ஸ் ஒன்றும் அவக்கு பிடிக்காது. அவளோட இஷ்டம் தானே முக்கியம். ஆனா இனியும் கல்யாணம் டிலே பண்றது பெரிய தப்பா போயிடும். எனக்கு தெரிஞ்ச வரைக்கும் இஃப் வாட் ஐ கெஸ் இஸ் கரெக்ட், അവൾക്ക് ഇണങ്ങുന്ന, അവൾ ആഗ്രഹിക്കുന്ന പുരുഷൻ ഞാനാണ്. രുക്മിണി മരിച്ചിട്ട് 14 വർഷത്തിന് മേലായി. ഇനിയെങ്കിലും നിനക്കൊരു ജീവിതത്തെ കുറിച്ച് ആലോചിച്ചൂടെ ബാലു? ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. അയനോ, രുക്മിണി എന്നെ വിട്ടു പോകുമ്പോ ഇതിനേക്കാൾ ചെറുപ്പമായിരുന്നു ഞാൻ. അന്നും അതെ, ഇന്നും അതെ. എന്റെ മനസ്സിൽ രാജു മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ മണിയണ്ണ. അവൻ എത്തേണ്ടടുത്ത് എത്തി എന്നെനിക്ക് ബോധ്യമാകുമ്പോൾ പെർഹാപ്സ് ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ചു എന്ന് വരാം. അന്ന് ഒരു പക്ഷേ ഐ ഡോണ്ട് നോ, ചിലപ്പോൾ വൈകിപ്പോയെന്ന് വരാം. ഞാൻ ദുഃഖിക്കില്ല.
ഐ വോണ്ട് റിഗ്രറ്റ്. അതുവരെ എന്നുവരെ എന്നുറപ്പ് പറയാൻ പറ്റാത്ത ഒരു അവധി വരെ ഒരാളെയും കാത്തു നിർത്താൻ എനിക്കാവില്ല. ഐ കാൺട്ട്. Forgive me, അണ്ണ. ஐ அண்டர்ஸ்டாண்ட். கடவுள் என்னமோ ஆல்ரெடியா டிசைட் பண்ணி வச்சிருக்கு. அதுதானே நடக்கும்.